നമസ്കാരം. ദില്ലിയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിച്ച വിസ്മയ മോഹൻലാലിനെതിരെയും ടോവിനോ തോമസിനെതിരെയും സംഘപരിവാറിന്റെ ആക്രമണം. കയ്യടി നേടി പ്രകാശ് രാജ്, സുരേഷ് ഗോപിയെ തിരഞ്ഞ് സോഷ്യൽ മീഡിയ. വിജയ് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കേൾക്കണം. രഞ്ജിനിയും തകർത്തുവെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വാർത്തയിലേക്ക്. വിദ്യാർത്ഥികൾക്കെതിരെ ഭരണകൂടം നടത്തിയ അതിക്രമത്തെ ചോദ്യം ചെയ്തതിന് വിസ്മയ മോഹൻലാലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു, പൃഥ്വിരാജിന്റെ ഗതി എന്താണെന്ന് അച്ഛനോട് ചോദിച്ചാൽ മനസ്സിലാകും, സിനിമയ്ക്ക് ആളെ കൂട്ടാനുള്ള പ്രതികരണം, രാജ്യത്ത് കലാപം നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നിങ്ങനെ നീളുന്നു സംഘപരിവാറിന്റെ വിദ്വേഷ കമന്റുകൾ. ദില്ലിയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്നലെയായിരുന്നു വിസ്മയ മോഹൻലാൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചത്. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ ഭരണകൂടം അടിച്ചമർത്തുന്നതിനെ വിസ്മയ നിശിതമായി വിമർശിച്ചിരുന്നു. പൗരന്മാർ ശബ്ദമുയർത്തുമ്പോൾ അതിനുള്ള മറുപടി ചർച്ചയ്ക്ക് പകരം ഇത്തരത്തിലുള്ള ക്രൂരമായ അടിച്ചമർത്തലാണെങ്കിൽ നമ്മൾ ഏതുതരം ജനാധിപത്യത്തിലേക്കാണ് പോകുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് വിസ്മയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. നാളെ നിങ്ങളുടെ നഗരത്തിലോ അയൽപ്പക്കത്തോ സ്വന്തം കുടുംബത്തിലോ ഇത് സംഭവിച്ചേക്കാമെന്നും സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നും വിസ്മയ ചോദിക്കുന്നുണ്ട്. ദില്ലി ജന്തർ മന്ദിറിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയ പോലീസ് നടപടിയിൽ വിമർശനവുമായി നടൻ ശരത് തപ്പാനിയും രംഗത്തെത്തി. കടുത്ത ഏകാധിപത്യത്തിനും അടിച്ചമർത്തലുകൾക്കും മുന്നിൽ ചരിത്രത്തിൽ ഒരു ഏകാധിപതിയും ജയിച്ചിട്ടില്ലെന്ന് ശരത് തപ്പാനി ഓർമ്മപ്പെടുത്തി. ജനവികാരത്തിനും യുവജന പ്രക്ഷോഭങ്ങൾക്കും മുന്നിൽ കിരീടം ഉപേക്ഷിച്ച് ഓടി ഒളിക്കേണ്ടി വന്ന ചരിത്രമേ നിങ്ങൾക്കുള്ളൂവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. താൻ ഒരച്ഛനാണ്, കടം വാങ്ങിയും വിയർപ്പൊഴുക്കിയും മക്കളെ പഠിപ്പിക്കുന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കളിൽ ഒരാൾ എന്നാണ് ശരത് തപ്പാനി പറഞ്ഞത്. ഉറക്കം വിളച്ചു പഠിച്ചെഴുതിയ പരീക്ഷ നിസാരമായി റദ്ദാക്കിയെന്നും ചോദ്യം ചെയ്യുന്നവരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നതാണോ നിങ്ങളുടെ ഭാവമെന്നും ശരത്ത് സോഷ്യൽ മീഡിയയിൽ ശക്തമായി തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചോദിച്ചു. ഓർക്കുക, അധികാരം ജനങ്ങളുടെ ഔദാര്യമാണെന്നും നിങ്ങൾ തല്ലിക്കൊല്ലാൻ തുനിയുന്ന ഈ മനുഷ്യരാണ് ഈ രാജ്യത്തിന്റെ ശക്തിയെന്നും നരേന്ദ്രമോദിയോട് ശരത് തപ്പാനി പറയുന്നുണ്ട്. അധികാരം ഞങ്ങളുടേതാണെന്നും ശരത്ത് കൂട്ടിച്ചേർത്തു. അതേസമയം ദില്ലി പോലീസിന്റെ നടപടി അപലപിച്ച് നടൻ ടോവിനോ തോമസും രംഗത്തെത്തി. ഒരു രാജ്യത്തിന്റെ ഭാവി തലമുറ ശബ്ദമുയർത്തുന്ന സമയത്ത് അത് അടിച്ചമർത്തുന്നതിലൂടെ ചവിട്ടി മെതിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ഭാവി തന്നെയാണെന്ന് ടോവിനോ തോമസ് പറഞ്ഞു. നോക്കൂ, മടിയിൽ കനമില്ലാത്ത നട്ടലുള്ള ഓരോ നടന്മാരും നടിമാരും ഒക്കെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നിപ്പോകുന്നത് അല്ലെ. ഇവരൊക്കെ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഹീറോകളാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം പ്രകാശ് രാജിനെ പറ്റിയും പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദിറിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന് പിന്തുണയുമായി എത്തിയ നടൻ പ്രകാശ് രാജിനെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. കഴിഞ്ഞ 2 ദിവസമായി പ്രകാശ് രാജ് പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ്. യുവാക്കളുടെ പ്രതിഷേധത്തെ സ്വാതന്ത്ര്യ സമരമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ജന്തർ മന്ദിറിൽ സംഘടിപ്പിച്ച ചലോ സൻസദ് മാർച്ചിൽ പ്രകാശ് രാജ്, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റും സോനം വാങ്ചുകിന്റെ ഭാര്യയുമായിട്ടുള്ള ഗീതാഞ്ജലി, നടി ഷബാന ആസ്മി, CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ എന്നിവർ സഞ്ചരിച്ച ട്രക്ക് പോലീസ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് വ്യൂഹം ആക്രമണം തുടരുമ്പോൾ സമരമുഖത്ത് ധീരമായി നിലകൊള്ളുന്ന പ്രകാശ് രാജിന്റെ ദൃശ്യങ്ങളും വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കൊപ്പം ലോറിയിൽ പ്രതിഷേധിക്കുന്ന പ്രകാശ് രാജിന്റെ വാഹനത്തെ ചുറ്റി ഡൽഹി പോലീസ് ആക്രമിക്കുമ്പോഴും കുലങ്ങാതെ സമരവും മുദ്രാവാക്യം വിളികളും തുടരുന്ന പ്രകാശ് രാജിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമാകുന്നത്. പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും ട്രക്ക് പിടിച്ചുലയ്ക്കുമ്പോഴും ഒക്കെ പ്രകാശ് രാജ് വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ പിടിച്ച് ഒന്ന് കുലുങ്ങാതെ പിടിച്ചു നിൽക്കുകയാണ്. താഴെ നിലകൊള്ളുന്ന യുവാക്കളോട് ശാന്തരാകാനും താൻ ഓക്കെ ആണെന്നും ഒക്കെ അദ്ദേഹം പറയുന്ന കാഴ്ചയൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ ട്രക്ക് കടന്നു പോകാൻ സഹായിക്കുന്ന പ്രതിഷേധക്കാരിൽ ഒരാളായ യുവാവിനെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വളരെ സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ഇന്നലെ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ടായി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പറഞ്ഞത് ഇങ്ങനെയാണ്: നീറ്റ് പരീക്ഷ ആരംഭിച്ച കാലം മുതൽ അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദവും വളരെ വലുതാണ്. ഇതോടെ അവരുടെ സ്വപ്നങ്ങളും വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. കേന്ദ്ര സർക്കാർ നീറ്റ് പരീക്ഷ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ഇന്നലെ TVKയും ഒപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അവതാരക രഞ്ജിനി ഹരിദാസ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഡൽഹിയിലെ സമരവേദിയിൽ എത്തിയതും ഏറെ ആവേശം പകർന്നു. പ്രക്ഷോഭകർക്ക് പിന്തുണയായിട്ടാണ് അവിടെ എത്തിയത്. വിദ്യാഭ്യാസം ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്നും അത് സംരക്ഷിക്കുന്നതിനായി ചെറുപ്പക്കാർ നടത്തുന്ന പോരാട്ടമായതുകൊണ്ടാണ് താൻ ഈ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതെന്നും ഒക്കെ രഞ്ജിനി ഹരിദാസ് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. രഞ്ജിനിയെ ട്രോളിക്കൊണ്ട് കണ്ടോ, പട്ടികൾക്ക് മാത്രമല്ല പാർട്ടികൾക്കും പിന്തുണയുമായി രഞ്ജിനി ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ചില സൈബർ സംഘപരിവാർ സംഘങ്ങൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും രഞ്ജിനി ഹരിദാസ് പേപ്പട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്റെ മറുപടി. ഇനി സുരേഷ് ഗോപിയുടെ മൗനത്തെ പറ്റി ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ച നടക്കുകയാണ്. കുട്ടികൾക്കൊപ്പമാണ് എന്റെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാണല്ലോ സുരേഷ് ഗോപി പല രീതിയിൽ നമ്മുടെ യുവാക്കളുടെയൊക്കെ മനസ്സ് കീഴടക്കാൻ ശ്രമം നടത്തിയിരുന്നത്. ഇത്തരത്തിൽ ജന്തർ മന്ദറിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ പാർട്ടി താൻ
തലയടിച്ചു പൊളിക്കുകയാണ് യുവാക്കളുടെ. എന്തുകൊണ്ട് സുരേഷ് ഗോപി ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. എവിടെയാണ് മിസ്റ്റർ സുരേഷ് ഗോപി? ഏത് മാളത്തിൽ കയറിയാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ യുവാക്കളും ഒക്കെ ചോദിക്കുന്നത്. കേരളത്തിനൊരു കേന്ദ്രമന്ത്രി ഉണ്ടോ? സുരേഷ് ഗോപി ഒരു മലയാളിയാണോ? സുരേഷ് ഗോപി ആർക്കൊപ്പമാണ് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. സുരേഷ് ഏട്ടൻ അങ്ങനെയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാ ക്രമക്കേടുകൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ നിന്ന് നോട്ടീസ് നൽകി. ചട്ടം 267 പ്രകാരമാണ് നോട്ടീസ് സമർപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട അദ്ദേഹം സമാധാനപരമായി വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവാക്കളുടെ ജനാധിപത്യ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിൽ ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു. നീറ്റ് UG അടക്കമുള്ള പരീക്ഷാ നടത്തിപ്പിലെ വ്യാപകമായ ക്രമക്കേടും അതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും യുവാക്കളെയും ദില്ലി പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച സംഭവവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റഹീം MPയും ഡോക്ടർ V ശിവദാസൻ MPയും രാജ്യസഭാ ചെയർമാന് നോട്ടീസ് നൽകിയ കാഴ്ചയും നമ്മൾ കണ്ടു. ദില്ലിയിൽ സമരം ചെയ്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പിണറായി വിജയനും രംഗത്തേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടക്കുന്ന സമരം ആഴ്ചകൾ പിന്നിട്ട് ശക്തമാവുകയാണ്. CJP പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്ക് ആരംഭിച്ച സമരത്തിന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ആദ്യം മുതൽ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും MPമാരും സമരത്തിന്റെ ഭാഗമായി. CPM ജനറൽ സെക്രട്ടറിയും കേന്ദ്ര നേതാക്കളും MPമാരും പോലീസ് അതിക്രമത്തിനെ ചെറുത്ത് സംരക്ഷണ വലയം തന്നെ തീർത്തിരുന്നു. പോലീസിനൊപ്പം ലാത്തിയുമായി ഗുണ്ടാ സംഘവും സമരക്കാരെ ആക്രമിക്കുന്നതായി വാർത്തകൾ പുറത്തു വരികയാണ്. ഇന്നലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും സമരക്കാർക്ക് പിന്തുണയുമായി വന്നു. ലോക്സഭയിലും നീറ്റ് പരീക്ഷാ ക്രമക്കേടും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന സമരവും ഉന്നയിക്കുവാൻ പ്രതിപക്ഷം ശ്രമിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും കൂടുതൽ ജനപിന്തുണ ആർജിക്കുകയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. VD സതീശനൊക്കെ ഇത് കാണണം കേട്ടോ. ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയുമായി ഇടതുപക്ഷം രംഗത്തേക്ക് വന്നപ്പോൾ ജന്തർമന്ദിറിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ പോലീസ് അവരെ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുമ്പോഴും ഒരിക്കൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ നേതാക്കളെ ഈ പോലീസ് ആക്രമിച്ചതിനെതിരെ ഒരു അപലപനീയം എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് നമ്മൾ കേട്ടോ, അല്ലെങ്കിൽ അത് മോശമായി പോയി എന്ന് പറഞ്ഞ് നമ്മളൊരു വാക്ക് കേട്ടോ? ഇല്ല. ഇതാണ് VD സതീശനും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം. രാഹുലിനെ ആക്രമിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ പിണറായി വിജയന് കഴിയുന്നു. പക്ഷേ MA ബേബി അടക്കമുള്ള ആളുകളെ അമിത്ഷായുടെ പോലീസ് ആക്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ VD സതീശന് കഴിയുന്നില്ല. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഒരു മുഖ്യമന്ത്രിയെ പോലെ പെരുമാറുന്നത് കാണുമ്പോൾ കുറച്ചെങ്കിലും VD സതീശൻ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആക്ട് ചെയ്യാൻ ഒന്ന് ശ്രമിക്കൂ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കേന്ദ്ര സർക്കാരിനെയൊക്കെ വലിയ പേടിയാണെന്ന് അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ ആദ്യം തന്നെ ചാടിക്കേറി ഈ വിഷയങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിച്ച് രംഗത്തേക്ക് വരില്ല. പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും എല്ലാ ഭാഗത്തു നിന്നും ലഭ്യമാകുമ്പോൾ എന്തോ ഈ ഒരു സമരത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ആണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ അവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പല രീതിയിലുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ട് തെരുവിൽ നിലകൊള്ളേണ്ടവരല്ലേ ഇവരൊക്കെ. പക്ഷേ ഇവരെ ഒന്നും നമ്മൾ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. എല്ലാത്തിൻ്റെയും രാഷ്ട്രീയം കണ്ട് എല്ലാത്തിലും അധികാരം മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആകും പെരുമാറുക, അല്ലെ?